കണ്ണൂരിലേക്ക് പോയാൽ ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ബിജീഷ്, നമുക്കറിയാം കണ്ണൂർ എന്ന് പറയുന്നത് ഇടത് കോട്ടയാണ്. ഇതുവരെയുള്ള ഫലങ്ങൾ പുറത്തുവരുമ്പോൾ എങ്ങനെയാണ് കണ്ണൂരിലെ ഒരു സ്ഥിതിഗതികൾ? ഈ സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായ ജയപരാജയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇതിനകത്ത് അമൃത, സെക്കൻഡറി കാര്യം, കേരളത്തിൽ മൊത്തത്തിൽ ആഞ്ഞു വീശിയ ഇടതുവിരുദ്ധ തരംഗം അത്ര കണ്ട് കണ്ണൂരിൽ ഏശിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കണ്ണൂർ UDF അധികാരം നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ തവണ 34 ഡിവിഷനുകളിലാണ് UDF ജയിച്ചതെങ്കിൽ ഇത്തവണ 2 ഡിവിഷൻ കൂടുതൽ വാങ്ങി 36ലേക്ക് UDFന്റെ ശക്തി വർദ്ധിച്ചു. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത് KPCC അംഗം റിജിൽ മാക്കുറ്റി, അതുപോലെ തന്നെ മേയർ പദവിയിലേക്ക് UDF പരിഗണിക്കുന്ന അഡ്വക്കേറ്റ് P ഇന്ദിര, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് UDF പരിഗണിക്കുന്ന KP താഹിർ, വാരത്ത് മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള KP താഹിർ, ഇവർ 3 പേരുടെ വിജയം നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം 3 പേരും ഒരുപോലെ വിമത സ്ഥാനാർത്ഥികളെ നേരിട്ടവരാണ്. ഒപ്പം തന്നെ റിജില് അവിടെ ഒരു സിറ്റിംഗ് LDF സീറ്റിലാണ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഈ കണ്ണൂർ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുള്ളത്, PK രാഗേഷ് എന്ന് പറയുന്ന നേരത്തെ കോൺഗ്രസിലായിരുന്നു, പിന്നീട് കോൺഗ്രസ് വിട്ട് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലൊരു സംവിധാനമുണ്ടാക്കി 12 ഡിവിഷനുകൾ മത്സരിച്ച് ജയപരാജയത്തെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നൊക്കെ പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന PK രാഗേഷിന്റെ അമ്പയുള്ള പരാജയമാണ്. അതും കണ്ണൂർ കോർപ്പറേഷന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എടുത്തു പറയേണ്ട ഒരു ഘടകമായി ഇത്തവണ മാറിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ 11 8ഇടത്ത് LDF അതിന്റെ മേധാവിത്വം നിലനിർത്തി. 2 ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമാണ്. തളിപ്പറമ്പിലും അതുപോലെ തന്നെ എടക്കാടും. ഒരു സ്ഥലം കഴിഞ്ഞ തവണ UDF വിജയിച്ച പേരാവൂര്, ഇത്തവണയും പേരാവൂര് UDFന്റെ കൂടെ നിന്നു. നഗരസഭകൾ മൊത്തം 8 5ഇടത്ത് LDF, പതിവ് പോലെ 3 UDF. തളിപ്പറമ്പ്, അതുപോലെ ശ്രീകണ്ഠാപുരം, പാനൂർ എന്നിവയാണ് UDF നേടിയ നഗരസഭകളുള്ളത്. ആന്തൂർ നഗരസഭ ശ്രദ്ധേയമാണ്. 29 ഡിവിഷനുകളിലും LDF തന്നെ വിജയിച്ചു. അവിടെ പ്രതിപക്ഷമില്ലാതെ LDF ഇത്തവണയും നഗരസഭ ഭരിക്കും. 3ാം തവണയാണ് ആന്തൂർ നഗരസഭ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ 3 തവണയും എതിരില്ലാതെ LDFന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആന്തൂർ നഗരസഭയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത. 71 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഇതിനകത്ത് ഇത്തവണ LDFന്റെ ശക്തി കുറച്ച് കുറഞ്ഞു. 48ലേക്ക് LDF കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ തവണ 56 അവിടെ നിന്ന് 48ലേക്ക് ചുരുങ്ങി LDF ഇത്തവണ. ഒപ്പം ഇതിനകത്ത് ഗ്രാമപഞ്ചായത്തിൽ UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 15ൽ നിന്ന് 21ലേക്കാണ് UDF ഇത്തവണ വളർന്നത്. ഈ കോർപ്പറേഷന്റെ മറ്റൊരു കാര്യം പരിശോധിക്കാനുള്ളത്, അത് ഞാൻ വിട്ടുപോയതാണ്, അത് പറയാം നമുക്ക്. അതായത് കോർപ്പറേഷൻ ഇത്തവണ 4 ഡിവിഷനുകൾ NDA വിജയിച്ചു. കഴിഞ്ഞ തവണ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് വിജയിച്ചിരുന്നത്. ഇത്തവണ അത് 4ലേക്ക് വളർന്നു. 2 ഡിവിഷനുകൾ UDFൽ നിന്ന് പിടിച്ചെടുത്തു. ഒപ്പം ഒരു ഡിവിഷൻ, കൊക്കേൻപാറ എന്ന് പറയുന്ന ഡിവിഷൻ LDFൽ നിന്നും NDA പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് 5 ഡിവിഷനുകൾ കോർപ്പറേഷനിൽ NDAക്ക് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അമൃത. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.